ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിനോട് 5 ചോദ്യങ്ങളുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. യഥാർത്ഥ കുറ്റവാളികളെ സർക്കാർ മറച്ചുപിടിക്കുന്നുവെന്നും വി.ഡി. സതീശൻ ആരോപിച്ചു. സത്യസന്ധരായവർ പോലും അപമാനിതരാകുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് മലപ്പുറത്ത് പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയോട് 5 ചോദ്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. കുറ്റകൃത്യങ്ങൾ നടന്നെന്ന് വ്യക്തമായിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തുകൊണ്ടാണ് സർക്കാർ അന്വേഷണം നടത്താത്തത് എന്നായിരുന്നു ആദ്യ ചോദ്യം. ഭാരതീയ ന്യായ സംഹിതയുടെയും പോക്സോ നിയമത്തിന്റെയും അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ലൈംഗിക അതിക്രമങ്ങൾ മറച്ചുവെക്കുന്നത് കുറ്റകരമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് നടപടി സ്വീകരിക്കാത്തതെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. കുറ്റകൃത്യം നടന്നു എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ലൈംഗിക അതിക്രമങ്ങൾ സ്ത്രീകൾക്കെതിരായി നടന്നു എന്ന് പറഞ്ഞാൽ അതനുസരിച്ചുള്ള നിയമപരമായ നടപടികൾ വ്യക്തമാക്കുന്നതാണ് ഈ നിയമങ്ങൾ. അതിന്റെ നഗ്നമായ ലംഘനം നടത്തുന്നത് അത് തന്നെ ഒരു കുറ്റകൃത്യമാണ്. എന്നിട്ടും സർക്കാർ എന്തുകൊണ്ട് അതിന്മേൽ നടപടികൾ സ്വീകരിക്കുന്നില്ല? സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിലും കൂടുതൽ ഖണ്ഡികകൾ സർക്കാർ വെട്ടിമാറ്റിയത് ആരെ രക്ഷിക്കാനാണെന്നും വി.ഡി. സതീശൻ ചോദിച്ചു. സിനിമാ സെറ്റുകളിലെ മയക്കുമരുന്നിന്റെ അനിയന്ത്രിത ഉപയോഗവും അതുണ്ടാക്കുന്ന ഭീകരാവസ്ഥയെക്കുറിച്ചും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നതിൽ സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചുവെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. യഥാർത്ഥ കുറ്റവാളികൾ ആരാണ് എന്നത് സർക്കാർ മറച്ചുവെക്കുന്നു. അതുകൊണ്ടാണ് ഈ നിരപരാധികളായ സത്യസന്ധരായ മനുഷ്യർ പോലും അപമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ടായിരിക്കുന്നത്. അത് സർക്കാർ അതിനകത്ത് പരിഹാരം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. സർക്കാർ എന്തുകൊണ്ടാണ് സ്ത്രീവിരുദ്ധ നിലപാട് സ്വീകരിച്ചിരിക്കുന്നതെന്നും ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും വി.ഡി. സതീശൻ മലപ്പുറത്ത് പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.